ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ താമരയ്ക്ക് കോൺഗ്രസ് കൈത്താങ്ങാകുമ്പോൾ ഇനി എന്ത് പ്രതീക്ഷിക്കണം ഈ പാർട്ടിയിൽ നിന്ന്, ഈ മതേതര ഇന്ത്യ? കോൺഗ്രസ് പാർട്ടി അതിലർപ്പിതമായ ഉത്തരവാദിത്വം മറക്കുന്നു. കോൺഗ്രസ്സിന് തന്നെ നെഹ്റുക്ക് മുന്നോട്ട് വെച്ച വളരെ മതനിരപേക്ഷമായ ഒരു പാരമ്പര്യത്തെ മറക്കുന്നു. അത് ഇന്ന് തുടങ്ങിയതല്ല. ആഗോളവൽക്കരണ നയത്തിന് തുടക്കം കുറിച്ച കാലം മുതൽ കോൺഗ്രസ് ഹിന്ദുത്വത്തെ പ്രീണിപ്പിക്കാനും വർഗീയമായി സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാക്കി അതിനെ നേട്ടം തങ്ങൾക്കും കൂടി അനുഭവിക്കാൻ കഴിയുമോ എന്ന വളരെ കുൽസിതമായ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ സംഘപരിവാറിനോട് ഹിന്ദുത്വം പങ്കിട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തപൂർണമായ പതനമാണ്, ആണ് ഉണ്ടായത് എന്നുള്ളത് വർത്തമാനകാല അനുഭവങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന വിവാദം രാജ്യത്ത് കത്തി നിന്ന ആളുകളിൽ നമ്മളൊക്കെ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയം ഇതുപോലുള്ള ചർച്ചകളിലൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറഞ്ഞത്, ഞങ്ങൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല, പാർട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും, വ്യക്തികൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ആ നിലപാടിൽ നിന്ന് പോലും പിറകോട്ട് പോയി ഓരോ സംസ്ഥാനത്തെയും കോൺഗ്രസ് നേതാക്കൾക്ക് അവർക്ക് അധികാരമുള്ള ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. എന്നു മാത്രമല്ല, ജനുവരി 22 നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും അനീതികരമായ ആ ദിനം ഔദ്യോഗിക അവധി ദിവസമായി പ്രഖ്യാപിച്ചു. അങ്ങനെ മോഡിയുടെ രാമപ്രതിഷ്ഠ ദിനത്തെ ഹിമാചൽ പ്രദേശിൽ വലിയ ആഘോഷമാക്കി മാറ്റി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി. ഓരോ പ്രദേശം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. യു പിയിലാണെങ്കിൽ എന്താണ്, അവിടുത്തെ PCC അധ്യക്ഷൻ എല്ലാ കോൺഗ്രസ്സുകാരോടും സരയൂർ ഇറങ്ങി കുളിച്ച് നനഞ്ഞ വസ്ത്രവുമായിട്ട്, സരയൂ നദിയുടെ വെള്ളത്തിൽ കുതിർന്ന വസ്ത്രവുമായിട്ട് രാമക്ഷേത്രത്തിന് മുമ്പിൽ പോയി മോഡി പ്രതിഷ്ഠ നടത്താൻ പോകുന്ന ആ ശ്രീകോവിലിൽ പോയി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിൻ്റെ വളരെ ദുഃഖകരവും അങ്ങേയറ്റം പ്രതിഷേധകരവുമായ ഒരപജയത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഗുജറാത്തിലും ഗോവയിലും 2 പ്രമേയങ്ങൾ വന്നു. എന്താ പ്രമേയം? അയോധ്യയിൽ രാമക്ഷേത്രം പണിത മോഡിയെ അഭിനന്ദിക്കുന്ന പ്രമേയം. ആ പ്രമേയത്തിന് എന്തിനാണ് ഗുജറാത്തിലെ കോൺഗ്രസ് എംപിമാർ പിന്തുണ നൽകിയത്? ആ പ്രമേയത്തിന് എന്തിനാണ് ഗോവയിലെ കോൺഗ്രസ് പ്രതിനിധികൾ പിന്തുണ നൽകിയത്? ഒറ്റ ഉത്തരമേയുള്ളൂ. മോഡി ഒരു വശത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തെയും നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെയും ഗാന്ധിയുടെ ദേശീയ പിതാവ് എന്ന നിലക്കുള്ള സ്ഥാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ വലിയ വലിയ പ്രചരണങ്ങൾ അടിച്ചുവിടുകയാണ്. അതിൽ പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും അപമാനകരമായ നാണംകെട്ട രീതിയിൽ മോഡിയെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ അങ്ങ് എന്തു പറഞ്ഞാലും പുറംകാല് കൊണ്ട് ചവിട്ടിയാലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. അങ്ങ് അയോധ്യയിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയ യജമാന സ്ഥാനത്തുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങയെ അഭിനന്ദിക്കുന്ന ഈ പ്രമേയത്തെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ചരിത്രത്തെ, കോൺഗ്രസിൻ്റെ ഏറ്റവും ഒടുവിലെടുത്ത നിലപാടുകളെപ്പോലും അവരെത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ പ്രീണന അജണ്ടയിലാണ് കോൺഗ്രസ്. മോഡി സ്തുതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. പാർലമെൻറ്റിൽ നെഹ്റുവിൻ്റെ ചരിത്രത്തെ ആകെ തള്ളിക്കളയുന്ന രീതിയിൽ അങ്ങേയറ്റം അസഭ്യകരമായ ആരോപണം നെഹ്റുവിനെതിരെ ഉന്നയിക്കുക. ഈ പുറത്തൊക്കെ എന്താണ്, ഞാനിപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് നീലിമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം NIT, ഇവിടെ തൊട്ടടുത്ത, ഇവിടെ ചാത്തമംഗലത്ത. ആ NITയിൽ കഴിഞ്ഞ ദിവസത്തിൽ എന്താ ഉണ്ടായത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഒരു അധ്യാപിക ഷൈജ ആണ്ടവൻ, അവർ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ അവർ ട്വീറ്റ് ചെയ്തത് എന്താണ്? അവർ ട്വീറ്റ് ചെയ്തത് ഗോഡ്സെ നമ്മുടെ അഭിമാനമാണ്. ഗോഡ്സെ എന്തുകൊണ്ട് അഭിമാനമായി എടുത്ത് കാണിക്കുന്നത്? ഇന്ത്യയെ രക്ഷിച്ചതുകൊണ്ട്. ഇന്ത്യയെ ആരിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട്? നമ്മുടെ മഹാത്മാവിൽ നിന്ന്, ഗാന്ധിയുടെ. അപ്പോൾ ഗാന്ധിയെ ഇല്ലാതാക്കിയ ഗോഡ്സെ അഭിമാനമായി കാണുന്ന അങ്ങേയറ്റം ഭയജനകമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് സമൂഹത്തിലാകെ വിദ്വേഷം, നമ്മുടെ ചരിത്രത്തെ ആകെ നിഷേധിക്കുക, നമ്മുടെ നന്മകളെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രഗതിയിലൂടെ നമ്മൾ സാംശീകരിച്ച മൂല്യങ്ങളെ, ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ തന്നെ തത്വങ്ങളെ എല്ലാം നിരാകരിച്ച് വളരെ അപകടകരമായ വിധ്വംസകമായ ഒരു രാഷ്ട്രീയ സംസ്കാരവുമായി BJP മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ NITയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുക. ആ പ്രതിഷേധത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ടി ഈ രാജ്യത്താദ്യമായിട്ടൊരു സംഘപരിവാർ സംഘടന ABVP
ഗോഡ്സെയുടെ കോലം കത്തിക്കുന്നു. ഗോഡ്സെയെ രക്ഷകനായ അഭിമാനമായി കണ്ട ആ അധ്യാപകയെ പുറത്താക്കണമെന്ന് കോഴിക്കോട് RIC ഇരുന്നുകൊണ്ട് ABVP എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനക്ക് പോലും പറയേണ്ട അവസ്ഥ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്യാമ്പസിന്റെ മതനിരപേക്ഷ പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ജനസമൂഹമാകെ അതിശക്തമായി പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധ മുഖത്തെങ്ങാനും നീലിമ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലക്ക് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരെ കണ്ടോ? KPCC നേതാവിനെ കണ്ടോ? പ്രതിപക്ഷ നേതാവിനെ കണ്ടോ? ഇവിടുത്തെ DCC മേധാവിയെ കണ്ടോ? ഇല്ല. കോൺഗ്രസിന് പ്രശ്നമല്ല. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ അഭിമാനവും രാജ്യത്തിന്റെ രക്ഷകനുമായി കൊണ്ടാടുന്ന ഒരു അധ്യാപക നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഏറ്റവും ഫ്രോണ്ടിയർ സയൻസിന്റെ മണ്ഡലത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും അറിവുകളും വിദ്യാർത്ഥികളെ പകടിപ്പിക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലെ അധ്യാപകയായി തുടരാൻ പാടുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് ഇക്കാര്യമൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അവരിപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോഡിയെ സ്തുതിക്കുന്ന അവസ്ഥയിലേക്ക്. അത് ഗുജറാത്തിൽ മാത്രമല്ല, അത് ഗോവയിൽ മാത്രമല്ല, ഈ കേരളത്തിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.